السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني وصل وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين. ها عبد بابك راج نظرة منكم تكفيه تربية يا محي الدين. فانظر عبيدك من طرف إذا نظرت ميتا فقد تحييه محي الدين. ها عبد بابك راج نظرة منكم تكفيه تربية يا محي الدين. فانظر عبيدك من طرف إذا نظرت ميتا فقد تحييه محي الدين. ها عبد بابك راج نظرة منكم تكفيه تربية يا محي الدين. فانظر عبيدك من طرف إذا نظرت ميتا فقد تحييه محي الدين. يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. അല്ലാഹു നമ്മുടെ സംഗമം കബൂലാക്കി തരുമാറാവട്ടെ. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന മജ്ലിസായ അല്ലാഹു തആല ബറക്കത്തിലാക്കി തരുമാറാവട്ടെ. അഭിവന്ദനായ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഓമനപുത്രൻ്റെ ദുആയും നസീഹത്തും എല്ലാം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ, അഭിവന്ദനായ പട്ടവും ഉസ്താദ് എല്ലാം നമ്മളോട് ഭാഷണം നടത്താനിരിക്കുകയാണ്. വർത്തമാനകാല ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ പുതിയ ആഭ്യന്തര രാഷ്ട്രീയ രംഗം എല്ലാ പത്രപ്രവർത്തകന്മാരും എല്ലാ ബുദ്ധിജീവികളും ഏകസ്വരത്തിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരായ പൊതുജനം ഒന്നടങ്കം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഈ പവിത്രമായ സ്വാതന്ത്ര്യത്തിൽ ജനാധിപത്യവും അതിൻ്റെ പരിപാവനമായ ജുഡീഷ്യറിയും ചില വർഗീയ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ പാർശ്വവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പാർശ്വവൽക്കരണത്തിൻ്റെ അധികാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഗമായി ന്യായത്തിൻ്റെ കണിക പോലുമില്ലാതെ നൂറ്റാണ്ടുകാലമായ ഒരു സമൂഹം, ഒരു സമുദായം, അതും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സർവ്വം സമർപ്പിച്ച ഒരു സമുദായത്തിൻ്റെ പാവനമായ പരിപാവനമായ പള്ളി വർഷങ്ങളോളം കഠിനാധ്വാനം കൊളിച്ചു ജനാധിപത്യത്തിൻ്റെ കണികയോ നീതിയുടെ ഒരു തെരിമ്പ് പോലുമില്ലാതെ തച്ചു തകർത്തു. ഗ്യാൻവാപ്പി വസ്തുതും അപ്രകാരം തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വമാണ് തച്ചു തകർത്തത്. കേവലം മുസ്ലിമീങ്ങളുടെ ആരാധനയമായ പള്ളി മാത്രമല്ല, മാസങ്ങളോ വർഷങ്ങളോ എടുത്തുകൊണ്ടാണ് ഈ പരിപാവനമായ പള്ളികൾ പിടിച്ചെടുക്കപ്പെടുന്നതെങ്കിൽ മിനിറ്റുകളെ കൊണ്ട് അധികാരവർഗത്തിൻ്റെ മുക്കിലും മുമ്പിൽ ഡൽഹിയിലും പള്ളികൾ പൊളിച്ച് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഭ്യന്തര രംഗത്ത് ഇതെല്ലാം ചെയ്യുന്നൊരു സമൂഹത്തോട് മുസ്ലിം സമുദായത്തിന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 300 അല്ല, 3000 അല്ല. രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ മുഴുവൻ പള്ളികളും അവരുടെ മുഴുവൻ പാഠശാലകളും തച്ചു തകർത്താലും മുസ്ലിമീങ്ങളുടെ ഖൽബെന്നും പരിശുദ്ധമായ ഈമാൻ പിടിച്ചറിയാൻ ഈ രാജ്യത്തൊരു ശക്തിക്കും ഒരു അധികാരവർഗത്തിനും സാധ്യമല്ല എന്ന് ലോകം തെളിയിച്ചിരിക്കുകയാണ്. അതാണോ ഇന്ന് ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തോ ലോകത്ത് മറ്റൊന്ന് സംഭവിച്ചു കാണിക്കാത്ത ഈ രൂപത്തിൽ ആധുനാതന യുഗത്തിൽ പോലും പാവപ്പെട്ട വയസ്സന്മാരെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, വീട്ടിൽ അന്തിയുറക്കാൻ സമ്മതിക്കുന്നില്ല. അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഭാഗമായി തീത്തൊപ്പുന്ന ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഓരോ ദിവസവും
നൂറുകണക്കിന് മനുഷ്യന്മാരുടെ മുസ്ലിമായി പോയതിന്റെ പേരിൽ മാത്രം ആറുകൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത്. ആ ആറുകൊല ചെയ്യുന്നത് മുഴുവനും ഇവിടുത്തെ ഭീമാകാരമായ രാജ്യത്തിന്റെ ലോകത്തിന്റെ രാഷ്ട്രീയ ശക്തി മുഴുവനും ഞങ്ങളുടെ കയ്യിലാണ്. ഈ ലോകത്തിന്റെ പോലീസ് ഞാനാണ് എന്ന അഭിമാനം കൊള്ളുന്ന, ദുരഭിമാനം കൊള്ളുന്ന ഒരു വിഭാഗമാണോ മുസ്ലിമായി പോയ പേരിൽ മാത്രം ഒരു മാനുഷിക പോയിട്ട് ഒരു ജീവിക്കുള്ള വില പോലും കൽപ്പിക്കാതെ ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ അറുകൊല ചെയ്തുകൊണ്ടിരിക്കുന്നതോ, ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോ, ഭക്ഷണം കൊടുക്കാതെ കൊന്നുകൊണ്ടിരിക്കുന്നതോ, ഒരു ജീവിക്കുള്ള വില പോലും നൽകുന്നില്ല. പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കണം, നിങ്ങൾ എന്ത് തന്നെ തകർത്താലും എന്ത് തന്നെ തരിപ്പണമാക്കിയാലും മപ്പട്ട മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ കൽബിലൊന്നോ അവിടെ ഈമാൻ പേതറിയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് ലോകം തെളിയിച്ചിരിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ഞാൻ വികാരം കൊണ്ട് എന്തൊന്നും പറയുന്നതല്ല. ഞാൻ ഈ പറയുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഇതുപോലെയുള്ള അധികാരവർഗത്തിന്റെ അഹങ്കാരങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ വന്നാലും നാം ശ്രദ്ധിക്കേണ്ടതോ നമ്മുടെ പള്ളികളും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സമ്പത്തുകളും മുഴുവനും തന്നെ കെട്ടിച്ചാലും നമ്മുടെ സമ്പത്തുകൾ മുഴുവനും പിടിച്ചെടുത്താലും നമ്മുടെ ഖൽബിൽ ഈമാൻ പിടിച്ചെടുക്കാൻ ഒരു ശക്തിക്കും നാം തയ്യാറാവാൻ പാടില്ല. ഒരു ശക്തിക്ക് മുമ്പിലും നമ്മുടെ ഈമാൻ തകരാൻ പാടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തോ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. മനസ്സിലാക്കണം. പള്ളികൾ തകർത്തു നമ്മുടെ അധികാരത്തിന്റെ ചിത്രങ്ങളൊക്കെ മാറുമ്പോൾ അതൊരു കാലത്ത് ബാബരി മസ്ജിദായിരുന്നു, ഇന്ന് അത് മതേതരത്തിന്റെ ഭാഗമാണ് എന്നൊന്നും പറയാൻ നാം ഒരിക്കലും തയ്യാറായിക്കൂടാ. അതെല്ലാം ചില രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വിവരക്കേട് കൊണ്ടാണെങ്കിൽ ആ വിവരക്കേടുകൾ ആവാഹിക്കാനും ഈ സമൂഹം തയ്യാറാവരുത്. മതാധിരത്തിന്റെ പേരിലോ മറ്റൊന്നിന്റെ പേരിലോ നമ്മുടെ ഈമാൻ തകരാനോ പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന ഈ പരിശുദ്ധമായ ഹിദായത്ത് വിറ്റഴിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ നാം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധമായ സ്ഥാപനങ്ങളൊക്കെ അധ്വാനിക്കുന്നതോ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളൊക്കെ നിലകൊള്ളുന്നത്. അഭിവന്ദനായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പ്രഖ്യാപിച്ചല്ലോ, നമ്മുടെ 100ാം വാർഷികവും അതുപോലെയുള്ള നമ്മുടെ സംഘടന വാർഷികങ്ങൾ കേവലം സമ്മേളന മാമാങ്കങ്ങളല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവൻ പോകുന്നതുവരേക്കും നമ്മുടെ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പിടിച്ചെടുത്താലും നമ്മുടെ പള്ളികൾ പിടിച്ചെടുത്താലും നമ്മുടെ ഖൽബിൽ നിന്ന് ഈമാൻ പിടിച്ചെടുക്കാൻ ഒരു ശക്തിയും സമ്മതിപ്പിക്കാൻ പാടില്ല, ഒരു ശക്തിക്കും സമ്മതിക്കാൻ പാടില്ല. ആ ഈമാൻ അടിയുറച്ചു നിൽക്കണമെങ്കിൽ ഇന്നത്തെ സംവിധാനത്തിൽ നമുക്കുള്ളതോ ഇത്തരത്തിലുള്ള പാഠശാലകളാണ്, അറബി കോളേജുകളാണ്, ദർസാണ്, ദഅവാ കോളേജുകളാണ്, അതേപോലെ തന്നെ ബാലപാഠം മുതൽ മദ്രസയാണ്. ആ മദ്രസകൾ സജീവമാക്കണം. ഉപരിഭാഗമാകുന്ന ദർസും ദഅവാ കോളേജുകളും അത് സജീവമാക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലുമുള്ള നമ്മുടെ ജീവിത വ്യവസ്ഥകളും ആ രൂപത്തിൽ തന്നെ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനകൾ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാതെ ആയുധമെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഇവിടെ രക്തം ചീണ്ടുന്നതിന് വേണ്ടിയിട്ടില്ല, നമ്മൾ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സംഘടനകളും. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ ആരെയും വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെയും ചീത്ത പറയാൻ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഈമാൻ നിലനിർത്താൻ 100,000 പാർട്ടികൾ പല നിലക്കും വരുമ്പോൾ പരിശുദ്ധമായ അഹ്ലുസുന്നത്തെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനും ഉതകുന്ന പാഠശാലകൾ ആവശ്യമാണ്, സ്ഥാപനങ്ങൾ ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, മാട്ടൂൽ 10,000 കണക്കിനുള്ള മുസ്ലിമീങ്ങളുള്ള, അതേപോലെ തന്നെ ലക്ഷപ്രഭുകളെ കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച നാടാണ് നമ്മുടെ നാടായ മാട്ടൂൽ. പല പ്രാവശ്യം നാം പറഞ്ഞതാണ്, ഒരു കാലഘട്ടത്തിൽ 2ാം പൊന്നാനി എന്നറിയപ്പെട്ട നമ്മുടെ നാട്ട് അഭിനന്ദനായ ബഹുമാനപ്പെട്ട കെ.എൻ. ഉസ്താദ് ഒരു ഭാഗത്ത്, ആനിക്കാട് ഇബ്രാഹിം ഉസ്താദ് മറ്റൊരു ഭാഗത്ത്, ബഹുമാനപ്പെട്ട കണ്ണിയ ഉസ്താദ് മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ പർവ്വതസന്മാരായ വലിയ വലിയ ആലിമീങ്ങൾ ദർസ് നടത്തി 100 കണക്കിന് ആലിമീങ്ങൾ ഈ നാട്ടിന് സംഭാവന ചെയ്ത നാടാണ് നമ്മുടെ നാട്. ആ നാട് രാഷ്ട്രീയത്തിന്റെ ദുരങ്ങൾക്കനുസൃതമായി ആ പഴയകാല ദർശികളൊക്കെ ഒന്നിന്റെ പേര് നശിച്ചു പോകുന്ന സന്ദർഭത്തിലാണ് അവസരത്തിനും സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഒരുങ്ങാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചത്. നമുക്കനുഗ്രഹമായി നൽകിയ, നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നതല്ല അഭിവന്ദനായ ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫ 10-17 വർഷക്കാലത്തോളം നമ്മുടെ നാട്ടിന്റെ ഖലാ സ്ഥാനം അന്ന്
മഹാനായ കിയനൂറും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സ്വതക്കത്തുൽ അംസിലാരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നിരാക്ഷേപം നമ്മുടെ നാട്ടിൽ പതിറ്റാണ്ട് കാലം കലാസ്ഥാനം നിർവഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈദുറുസ്തങ്ങളുടെയൊക്കെ ബദാബ് കുഞ്ഞിക്കോയത്തങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു താല ഹിസാബില്ലാതെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അവരുടെ മകളെ വിവാഹം ചെയ്തും അവർ നമ്മുടെ വീട് വെച്ച് താമസിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പുതിയാപ്പിളയാണ് ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫ മഹാനവർക്ക് ദേലമ്പാടിയിലും അതേപോലെ തന്നെ പുളിങ്ങോത്തും വർഷങ്ങളോളം ദുരുസ് നടത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ സേവനം അല്ലാഹു തആല നിയോഗിച്ചത് നമ്മുടെ നാടായ മാട്ടൂലാണ്. ഈ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ നാട്ടുകാരായ തന്നെ നല്ല മുഹഖിഖീങ്ങളായ നല്ല മുദരിസുമാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. നല്ല വാലന്മാർ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഒരു സ്ഥിരമായ സംവിധാനത്തിന് നൽകാൻ അവർക്കൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവസരം കൊടുത്തില്ല. പക്ഷേ അവസരത്തിനൊത്തു സന്ദർഭത്തിനൊത്ത് സാഹചര്യത്തിൻ്റെ വെല്ലുവിളികളൊക്കെ എതിരേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫയുടെ പരിശുദ്ധമായ നേതൃത്വം അൽഹംദുലില്ലാഹ് ഇന്ന് ആ കണ്ണിയത്തിൻ്റെയും ശംസുൽ ഉലമയുടെയും കിയനൂരുടെയും അയനിക്കാടിൻ്റെയൊക്കെ പാദസ്പർശങ്ങൾ നിലനിർത്തിക്കൊണ്ട് പഴമയിൽ പഴമ പുതുമയിലും നിർത്തിക്കൊണ്ട് ഇന്നിതാ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഹുമൈദി എന്ന് പറയുന്ന പരിശുദ്ധമായ മതബിരുദം നൽകുന്ന വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയമായി വളർത്താൻ ആ മഹാനവറുകളുടെ സർവാംഗീകൃതമായ നേതൃത്വമാണ് ഇടെല്ലാവരാലും അംഗീകൃതമായിട്ടുള്ളത്. അന്ന് അദ്ദേഹത്തിന് ഒരുപാട് 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 വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുഖത്ത് നോക്കിയിട്ട് തന്നെ വളരെ ലഭ്യമായി ചീത്ത പറഞ്ഞവർ ഈ മണ്ണിൽ ഈ സ്ഥാപനത്തിന് മുമ്പിൽ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ആ ഭാഷയിൽ അദ്ദേഹം മഹാനവറുകൾ പ്രതികരിക്കാൻ തയ്യാറായില്ല, ക്ഷമിച്ചു, സഹിച്ചു. എന്തിനു വേണ്ടി? പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ മജ്‌ലിസ് ഇന്നും ഇതേപോലെ നിലനിൽക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ മഹൽ ഫദ്ൽ കൊണ്ട് 3500ഓളം വിദ്യാർത്ഥികൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമായി വളർന്നിരിക്കുകയാണ് മൻഷഉ തസ്കിയത്തു സുന്നിയ. നൂറുകണക്കിന് അധ്യാപകന്മാർക്ക് അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെ 100-300 ചില്ലാനം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയ സ്ഥാപനമായിരിക്കുകയാണ് മൻഷഉ തസ്കിയത്തു സുന്നിയ. ആ മൻഷഉ തസ്കിയത്തു സുന്നിയ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇതിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും എല്ലാം ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ഇനിയും ഈ ആഭ്യന്തര രംഗം, ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തര രംഗം, അതിൻ്റെ ജുഡീഷ്യറിയും അതിൻ്റെ മതേതര ഏത് ഭാഗത്തേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടാലും എനിക്കും നിങ്ങൾക്കും എന്ന സന്താനങ്ങളെ മക്കളുടെ ഈമാൻ, അവരുടെ ഖൽബ് ഒരു ഭാഗത്തേക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്നതോ അത് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ വിശ്വാസത്തിലും ആ അഖീദയിലും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അത് ഭൗതികമായി പഠിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ മതപരമായി പഠിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും, ഇവിടെ ആര് ഭരണം നടത്തിയാലും എന്ത് കിരാതെ തന്നെ നിയമം കൊണ്ടുവന്നാലും നമ്മുടെ മക്കളുടെ ഖൽബിൽ നിന്നും പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഈമാൻ പിഴുതെറിയാൻ പാടില്ല. ആശയവും ആദർശവും പിഴുതെറിയാൻ പാടില്ല. തലമറക്കുന്ന, തലപ്പാവ് ധരിക്കുന്ന, അതേപോലെ തന്നെ സ്ത്രീയുടെ വേഷം അറിഞ്ഞുകൊണ്ട് മാത്രം രംഗത്തിറങ്ങുന്ന, നല്ല മുസ്ലിമായതിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഈ നാട്ടിന് സംഭാവന ചെയ്യാൻ തലയെടുപ്പുള്ള സ്ഥാപനം നമുക്കിവിടെ ആവശ്യമാണ്. അതിന്ന് നാട്ടിൽ ഒരുപാടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അതെല്ലാം വളരട്ടെ. നമ്മുടെ സ്ഥാപനവും നന്നായി വളരേണ്ടിയിരിക്കുന്നു. ഇനിയും ഈ സ്ഥാപനത്തിനെ കല്ലെറിയുന്നവർ, ഈ സ്ഥാപനത്തിനെ പരിഹസിക്കുന്നവർ, ഈ സ്ഥാപനത്തിന് വിരൽ ചൂണ്ടുന്നവർ നിങ്ങൾ നോക്കണം. ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയാണ് സത്യത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ ഒരു വാക്കുകൊണ്ടെങ്കിലും ഈ സ്ഥാപനത്തിന് ശബ്ദിക്കുന്നവർ, 1 രൂപയെങ്കിലും തരുന്നതിനെതിരെ വിമർശിക്കുന്നവർ, ഒരു കുട്ടിയെങ്കിലും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനെ വിമർശിക്കുന്നവർ ചിന്തിക്കണം. അനധിവിദൂര ഭാവിയിൽ ഇവിടെ രാഷ്ട്രീയ രംഗങ്ങൾ മാറി മാറി വരുമ്പോൾ, വല്ലതും പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടി, ഇന്നത്തെ പൗരസ്വാതന്ത്ര്യത്തോടുകൂടി ഭാവിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സന്താന പരമ്പരയിൽ ഒരു കുട്ടിയുടെ ഖൽബിലും
പരിശുദ്ധ ഈമാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് കളങ്കം ചേർക്കാൻ പാടില്ല, അതിന് വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ വെള്ളം ചേർക്കാതെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടണമെങ്കിൽ നേരത്തെ ക്ലാസ്സുകൾ ഇവിടെ പറഞ്ഞു, നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് തന്ന അമാനത്ത് സമ്പത്താണ്. സ്വർഗാവകാശിയായ രൂപത്തിലാണ് അള്ളാഹു തആല നമുക്ക് മക്കളെ തന്നത്. ആ മക്കളെ നമുക്ക് തന്നത് വയസ്സായാൽ, നമുക്ക് പ്രായമായാൽ നമ്മുടെ സമ്പത്ത് ഉരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്വത്തുക്കൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല, വയസ്സായ നമ്മുടെ കൈ പിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അതിന് വൃദ്ധസനത്തിൽ കൊണ്ടാക്കിയാൽ മതിയായിരുന്നു, അതല്ലെങ്കിൽ ശമ്പളത്തിന് ആളാക്കിയാൽ മതിയായിരുന്നു. അല്ല, പിന്നെന്തിനാണ് റബ്ബന ഹബിലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ നാം എല്ലാം ദുആ ചെയ്യേണ്ടവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ മുസ്ലിമായി ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ മക്കളും എൻ്റെ പേരമക്കളും എൻ്റെ പേരക്കുട്ടികളും മക്കളെ മക്കളും അങ്ങനെ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എൻ്റെ മുഴുവൻ സന്താന പരങ്ങളും മുത്തഖീങ്ങളായിരിക്കണം, മുഅ്മിനീങ്ങളായിരിക്കണം. ആ മുത്തഖീങ്ങൾക്ക് മുഴുവനും ആ മുഅ്മിനീങ്ങളെ മുഴുവനും ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ കാരണക്കാരൻ ഞാനാണ്. അതുകൊണ്ട് എൻ്റെ സന്താന പരമ്പരയിലുള്ള നൂറുകണക്കിന് മക്കളുടെയും പേരമക്കളുടെയും ഇമാമ് ഞാനാണ് എന്നല്ലാതെ ഓരോ പള്ളിയിലെയും ഇമാമാവണമെന്നല്ല ആയത്തിൻ്റെ അർത്ഥം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സന്താന പരമ്പരയിലുള്ള ഒരുപാട് മുത്തഖീങ്ങളെ ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ എന്നല്ലേ ദുആന്റെ മേന. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ഈ രൂപത്തിൽ നമ്മുടെ മക്കളും മക്കളെ മക്കളും പേരക്കുട്ടികളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണമെങ്കിൽ അതിനാവശ്യമായ ഇൽമു നൽകണം. ഇൽമു നൽകിയാൽ മാത്രം പോരാ, ആ ഇൽമനുസരിച്ച് ജീവിക്കാനുള്ളതായ സാഹചര്യങ്ങൾ നൽകണം. ഈ അടുത്തുള്ള, ഞാൻ നാട് പറയുന്നില്ല, ഈ അടുത്തുള്ള നൂറുകണക്കിന് നമ്മുടെ മുസ്ലിം മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹൈസ്കൂൾ സ്ഥാപനങ്ങളുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നില്ല? ജുമാക്ക് പോകാൻ അനുവദിക്കുന്നില്ല. 1 മണിക്ക് സ്കൂൾ ഇന്റർവെൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒഴിവാക്കിയാലും കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല. അറിഞ്ഞു നോക്കുമ്പോൾ പതിറ്റാണ്ട് കാലമായി അവിടെയുള്ള നൂറുകണക്കിന് മുസ്ലിമുകളുടെയും മുസ്ലിമത്തുകളും പഠിക്കുന്ന നമ്മുടെ വെടിപ്പാടകരയുള്ള ഈ സ്ഥാപനത്തിലെ മക്കളോ ജുമ ഒഴിവാക്കിയതിന്റെ പേരിൽ ആ മഹല്ലത്തുകാർക്ക് വിഷമമില്ല, ആ കമ്മിറ്റിക്കാർക്ക് വിഷമമില്ല. അതിന് പരിഹാരം കാണാൻ നാട്ടുകാർ, പേരൻസ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ സമീപിച്ചപ്പോൾ പേരൻസ് മീറ്റ് വിളിച്ചു. ഒരൊറ്റ പേരന്റ് പോലും, ഒരു രക്ഷിതാവ് പോലും എൻ്റെ മകനിക്ക് ജുമഅക്ക് പോകണം, അതുകൊണ്ട് 12:30 ക്ലാസ് വിട്ടുകൊള്ളുക, 2:30 തുടങ്ങിക്കുക, പകരം വൈകുന്നേരം എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും അതിനപേക്ഷിക്കാത്തതിൻ്റെ പേരിൽ ഹെഡ് മാഷ് പറയുകയാണ്, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര നിർബന്ധം? നൂറുകണക്കിന് മുസ്ലിം മക്കളോട് പഠിക്കുന്നുണ്ടല്ലോ, ഒരു രക്ഷിതാവിന് പോലും ജുമഅക്ക് പോകണം നിർബന്ധമില്ല. നിങ്ങളുടെ ഒരു വാശിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ സിലബസും മാറ്റേണ്ടത്, പഠനക്രമം മാറ്റേണ്ടത് എന്ന് ഹെഡ് മാഷ് ചോദിച്ചപ്പോൾ വേദനയോടുകൂടി എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനുകളോടും മുഅ്മിനാത്തുകളോടും പറയുന്നത്, ഇതേതെങ്കിലും പാലക്കാടോ മഹാരാഷ്ട്രയിലോ ഉത്തരേന്ത്യയിലുള്ള സംഭവമല്ല, നമ്മുടെ നാട്ടിൻ്റെ വെളിപ്പാടകളെയുള്ള ചില മഹല്ലത്തുകളിലെ സംഭവമാണ്. ജുമഅക്ക് പോകാൻ അനുവദിക്കാതെ സ്കൂൾ നടക്കുകയാണ്. അനുവദിക്കുന്നതിന് വേണ്ടി പാരൻസ് മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് ജുമഅക്ക് പോകണമെന്ന് ഒരു രക്ഷിതാവ് പോലും പറയാത്തതിൻ്റെ പേരിൽ ഇന്നും സ്കൂൾ അങ്ങനെ തന്നെയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് 8ാം ക്ലാസ് മുതൽ 10ഉം 12ഉം ക്ലാസ് വരേക്കും കൊല്ലങ്ങളോളം, 1 അല്ല 2 അല്ല 3 അല്ല, അവൻ്റെ കൗമാരപ്രായം മുതൽ അവന് ബുലൂഗായത് മുതൽ അവന് 10-22 വയസ്സ് വരേക്കും ജുമാ നിസ്കരിക്കണമെന്നുള്ള ബോധം പോലും രക്ഷിതാക്കന്മാർക്കില്ല. അങ്ങനെ ജുമാ നിസ്കരിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ വളർന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണം. ഈ നിലക്കുള്ള സമൂഹം വളർന്നു കഴിഞ്ഞാൽ ശത്രുക്കളുടെ കയ്യിൽ ഭരണം നൽകുമെന്ന് ഷഫീന റസൂലുള്ളാഹി. അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. നമ്മുടെ മക്കളെ ഈ നിലക്ക് വളർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഭ്യന്തര രംഗവും രാഷ്ട്രീയ രംഗവും ഇങ്ങനെ മാറാതിരിക്കുക? നമ്മളല്ലേ അതിന് കാരണക്കാരൻ. നമുക്കൊന്നേയുള്ളൂ, സായുധ വിപ്ലവമല്ല ആഹ്വാനം ചെയ്യുന്നത്, മറിച്ച് ആഹ്വാനം ചെയ്യുന്നത് പരിപൂർണ മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായി മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ആവശ്യമായ ഒരു പ്രാഥമികമായ ഇൽമെങ്കിലും നമ്മുടെ മക്കൾക്ക് നൽകണം. ആ ഇൽമനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും നൽകണം. ആ സാഹചര്യങ്ങൾ നൽകണമെങ്കിൽ ഇത്തരത്തെ സ്ഥാപനങ്ങൾ സജീവമായി നിലനിൽക്കണം. അത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് തൻ്റെ
മക്കൾക്ക് ജുമാക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജുമാക്ക് പോകാനുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ വേണം. കേവലം SSLCയോ +1 +2 പോരാ. ന്യായാധിപന്മാരിലേക്കും അതേപോലെ തന്നെ ജുഡീഷ്യറിയിലേക്കും മറ്റ് പ്രൊഫഷണൽ പദവികളിലേക്കൊക്കെ നമ്മുടെ മക്കൾ വളർന്ന് വികസിക്കേണ്ടതുണ്ട്. ആ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ മക്കളും ബിദഅയിലേക്ക് മാറരുത്, ദലാലത്തിലേക്ക് ആപ്പോകരുത്, മതം മാറിപ്പോകരുത്, യുക്തിവാദികളായി പോകരുത്. പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നിലനിൽക്കൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ബാലപാഠം മുതൽ പ്രൊഫഷണൽ വരേക്കും ഭൗതിക വിദ്യാഭ്യാസം നൽകലോടുകൂടി അൽഹംദുലില്ലാഹ് മതവിദ്യാഭ്യാസവും നൽകി. നമുക്ക് ആര് തന്നെ ഭരണം നടത്തിയാലും ആരെന്ത് തച്ചു തകർത്താലും പരിശുദ്ധമായ മുസ്ലിമിയുടെ കൽബിലുള്ള ആ പരിശുദ്ധമായ ഈമാൻ തകർക്കാനോ പെയ്തെറിയാനോ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല എന്നോ നാം അത് തെളിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാരെയും വെല്ലുവിളിക്കാനല്ല, മറിച്ച് നമ്മുടെ ആക്കിബത്ത് നാക്കുന്നതിന് വേണ്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഇതല്ല, നമ്മുടെ സ്വന്തം ജീവിതം ഇതല്ല. ബോംബുകൾ എത്ര തന്നെ വർഷിച്ചാലും നാം നന്നായി കൂട്ടമായി മരിച്ചാലും നമുക്കതിൽ വേദനിക്കാനില്ല. മനുഷ്യൻ ഇത് മരിക്കാനുള്ളതാണ്, ഇത് അവസാനിക്കാനുള്ളതാണ്. പക്ഷെ ആ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പുനർജീവനത്തിൽ നമ്മുടെ ആക്കിബത്ത് നന്നായിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണം എന്നല്ലാതെ ഭൗതിക ജീവൻ നന്നാക്കൽ മാത്രമല്ല ലക്ഷ്യം. ഇവിടെയും സാന്ദർഭികമായി പറയുന്നത് ഇതൊക്കെ കാലഘട്ടത്തിൽ നേരത്തെ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ? നിങ്ങൾക്ക് താമസിച്ചു പോയി, കുറച്ച് മാറിപ്പോയി എന്ന് നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്. അവരോട് പറയാനുള്ളത് കൃത്യമായി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളിൽ മുഴുവനും ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഈ മുഅ്മിനീങ്ങളെ മുഴുവനും ശിർക്കിലേക്കും മുശ്രിക്കിലേക്കും വഴിതെളിക്കുമ്പോൾ അവിടെ നിർബന്ധമായ കടമ നമ്മുടെ ആലിമീങ്ങൾക്ക് ആ പരിശുദ്ധമായ മുസ്ലിമീങ്ങളെ പൂർവ്വ ആലിമീങ്ങളെ മുശ്രിക്കാകുമ്പോൾ അത് ശിർക്കല്ല, പരിശുദ്ധമായ തൗഹീദ് പഠിക്കൽ. അന്ന് മക്കത്ത് മുത്തുനബിയും സഹാബത്തും പഠിപ്പിച്ച തൗഹീദ് പഠിപ്പിക്കൽ നിർബന്ധമായി. അങ്ങനെ ഈ പൊതുധാരയുള്ള മുഅ്മിനീങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുമ്പോൾ അവിടെ ശിർക്കാരോപിച്ചു പാവപ്പെട്ട മുസ്ലിമീങ്ങൾ സുന്നത്തെ ജമാഅത്തിൽ നിന്ന് വഴിതെറ്റിക്കുമ്പോൾ അവിടെ ഇടപെട്ടുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധാരയിൽ തന്നെ ഇവിടെയുള്ള സമൂഹത്തെ പിടിച്ചു നിർത്താൻ ആലിമീങ്ങൾക്ക് ശ്രദ്ധ തിരിക്കേണ്ടി വന്നു. അങ്ങനെ ശ്രദ്ധ തിരിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ വന്ന് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയൊക്കെ പ്രൊഫഷണലായി വിവിധ വിദ്യാഭ്യാസങ്ങൾ നൽകുമ്പോൾ അവിടെയും സമൂഹത്തെ കളിയാക്കാനും പരിഹസിക്കാനുമാണ് ഒരു ഭാഗം വളരുന്നത്. ഇത്തരം പരിഹാസങ്ങളും ഇത്തരം കളിയാക്കലുകളൊക്കെ അതർഹിക്കുന്ന അവസ്ഥയോടുകൂടി തള്ളിക്കളഞ്ഞ് നേരത്തെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ ചീത്ത പറയാനും പരിഹസിക്കാനും തമ്മിലടിക്കാനും സമയം കളയാതെ നമ്മുടെ സ്ഥാപനങ്ങളോ നമ്മുടെ പ്രസ്ഥാനങ്ങളോ അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനിടയിൽ ഇവജില്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ വേണ്ടി വളർത്താനും വളരാനും മനസ്സാ വാച കർമ്മണ ശാരീരികമായും സാമ്പത്തികമായും എല്ലാ നിലക്കും നമ്മുടെ മേൽ ഇന്ന് പഴയതുപോലെയല്ല ഫർള് ഐനാണ്. പഴയ കാലത്തൊക്കെ താജുൽ ഉലമയെ പോലെയുള്ള ഒരുപാട് ആലിമീങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ആലിമീങ്ങളൊക്കെ നമ്മളോട് വിട പറയുമ്പോൾ തസ്ഥാനത്ത് ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ നമുക്ക് ആലിമീങ്ങൾക്കിടയിട്ട് ആലിമീങ്ങൾക്ക് അറിയുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെ ഹുമൈദി ബിരുദം നേടിയ അൽഹംദുലില്ലാഹ് 10-30 ചെല്ലാണം യുവ പണ്ഡിതന്മാരെയാണ് ഇന്ന് ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഈ നമ്മുടെ സ്ഥാപനം സംഭാവനകൾ അർപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞു 3500 വിദ്യാർത്ഥികൾ ചെറുത് മുതൽ വലുത് വരെ പഠിക്കുന്ന നമ്മുടെ സ്ഥാപനം ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട്. നിങ്ങളുടെ സഹായമാണ് സ്വദേശത്തും വിദേശത്തുമുള്ള സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ പരിസരത്തുള്ള അമുസ്ലിമീങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമുള്ള സമ്പന്നരും അല്ലാത്തവരും സ്ത്രീകളും പുരുഷന്മാരും സാമ്പത്തികമായിട്ടും അല്ലാതെയും ഈ സ്ഥാപനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാം കബൂലാക്കി തരുമാറാവട്ടെ. ഞങ്ങൾ കഴിയുന്ന നന്നായി ദുആ ചെയ്യലാണ്. കർമ്മപരമായി എന്തെല്ലാം സഹകരിക്കാൻ പറ്റുമോ ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് പോവാം. ഇനിയും നമ്മുടെ സ്ഥാപനം നിരവധി വളരേണ്ടതുണ്ട്. നമ്മുടെ വിദേശത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സ്വദേശത്തുള്ളവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിലും സ്ഥാപനത്തിലും കമ്മിറ്റിക്കാരായവരും അല്ലാത്തവരും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഈമാനുള്ളവരോട് ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നവരോട് ഈ സമുദായം പച്ചപിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയുന്നു, ഈ സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കണം, ഈ സ്ഥാപനത്തിന് സഹകരിക്കണം. മുസ്ലിം സ്ഥാപനങ്ങൾ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ എല്ലാം ആശയാദർശം
നിലനിൽക്കുന്ന രൂപത്തിൽ നാം സഹായിച്ചിട്ടില്ല എങ്കിൽ, സഹകരിച്ചിട്ടില്ല എങ്കിൽ അനധിവിദൂര ഭാവിയിൽ നമ്മുടെ മക്കൾ ഈമാനായിരിക്കും നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് നാം തന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഇന്ന് നമ്മുടെ ഈ മേഖലയിൽ അൽഹംദുലില്ലാഹ് ഇത്രയും ശക്തമായി നിൽക്കുന്ന നമ്മുടെ പരിശുദ്ധമായ മൻശഉ തസ്കിയത്തു സുന്നിയ അതിനെല്ലാവിധ സമർപ്പണങ്ങളും ചെയ്യണമെന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട പട്ടുമുസ്താദും ഖലീൽ തങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കി തരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.